ഇന്ന് മീൻ വാങ്ങാൻ പോയപ്പോൾ അമ്മയ്ക്ക് കിട്ടിയത് കൊഞ്ചാണ് കേട്ടോ. നല്ല പൂവാലി കൊഞ്ച്. കൊഞ്ചിനെ എടുത്ത് നമ്മളൊരു ചട്ടിക്കകത്തോട്ട് അങ്ങ് ആക്കി. ആഹാ, കാണാൻ എന്ത് രസം, പക്ഷെ പൊളിക്കാനാണ് പാട്. എന്തായാലും നന്നായിട്ട് പൊളിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റൗ ഓൺ ചെയ്ത് നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പയിലോട്ട് വെക്കുന്നുണ്ട്. ചീനിച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണമേ. ഇനി എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമ്മൾ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ചേർക്കാൻ പോകുന്ന സവാളയാണ് കേട്ടോ. ഞാനിവിടെ 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള മാത്രമല്ല, ഒരു 10-15 കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം, എന്നാലേ ആ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടത്തുള്ളൂ. ഇവന്മാരെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. സെറയാണ്, നല്ല എരിയുള്ള പച്ചമുളക്. ഇനി കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് കുറച്ചൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കിന് നമുക്കതൊന്ന് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത്. മിക്സിയിലിട്ടൊന്ന് അരച്ച് ആ അരപ്പ് നമ്മുടെ ചീനച്ചട്ടിക്കകത്തോട്ടിട്ട് അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇടാവേ. മുളക് പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന ഗരം മസാലയ്ക്കാണ് ടേസ്റ്റ്. ഇനി നമ്മുടെ കൊഞ്ചെല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി അടച്ചു വെക്കണം. ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കരുത് കേട്ടോ. കൊഞ്ചിനകത്തുനിന്ന് തന്നെ വെള്ളം ആവശ്യത്തിന് ഇറങ്ങിക്കോളും. അപ്പോൾ നമുക്ക് കൊഞ്ചിനകത്ത് ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട. ഇനി നമ്മൾ ഒഴിച്ച് വെക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഫ്രീസറിൽ ഇരുന്ന് തേങ്ങ ആയതുകൊണ്ട് കുറച്ച് വെള്ളം കണക്കൊക്കെ വരുന്നുണ്ട്. എന്നാലും നമ്മളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ കൊഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കൊഞ്ചും തേങ്ങാപ്പാലും അടിപൊളിയാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്ത വീഡിയോ കാണാം.